ഇന്നത്തെ വീഡിയോ അപ്കമിംഗ് ആയിട്ട് വരാനിരിക്കുന്ന സിനിമകളിൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ 100 കോടി ക്ലബിൽ കയറാൻ സാധ്യതയുള്ള സിനിമകളാണ് നോക്കാൻ പോകുന്നത്. അതിലൊന്ന് കാട്ടാളനാണ്. ആന്റണി പെപ്പെ നായകനാവുന്ന സിനിമയാണ്. ഈ സിനിമയും മാർക്കോയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ സിനിമ കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ സിനിമയും ഒരു പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ 100 കോടി ക്ലബിൽ കയറാൻ സാധ്യതയുള്ള സിനിമയാണ്. പിന്നെ ഐ ആം ഗെയിം എന്ന് പറയുന്ന ചിത്രമാണ്. ഈ ചിത്രം ദുൽഖർ സൽമാന്റെ മലയാളത്തിലേക്കുള്ള ഒരു വലിയ കംബാക്ക് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. RDXന്റെ സംവിധായകനാണ് ഈ ചിത്രവും സംവിധാനം ചെയ്യുന്നത്. വലിയ ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണ് ഈ സിനിമ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിനിമയും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ദുൽഖർ സൽമാന്റെ മലയാളത്തിൽ ആദ്യത്തെ 100 കോടിയാകാനും സാധ്യതയുണ്ട്. അടുത്തത് ദിലീപ് നായകനായി പുറത്തിറങ്ങാനിരിക്കുന്ന നീക്കം എന്ന് പറയുന്ന സിനിമയാണ്. ജഗൻ ഷാജി കൈലാസാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഒരു ത്രില്ലർ ഗണത്തിലാണ് ഈ ചിത്രം പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിന് ഒരു പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ 100 കോടി ക്ലബിൽ കയറാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുപോലെ തന്നെ ദിലീപിന്റെ ആദ്യത്തെ 100 കോടി ക്ലബും ആകും. പിന്നെ ദിലീപിന്റെ ലക്കി ഡേ ആയ ജൂലൈ 4-നാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു. പിന്നെ കത്തനാർ എന്ന് പറയുന്ന ചിത്രമാണ്. ജയസൂര്യയും അനുഷ്കയും ഒക്കെ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഈ സിനിമയും പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ 100 കോടി ക്ലബിൽ കയറാൻ സാധ്യതയുണ്ട്. പിന്നെ പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ 100 അല്ല 100ന്റെ 500ന്റെ മേലേക്ക് എന്തായാലും സിനിമ പോകാനുള്ള സാധ്യതയും വളരെ വലുതാണ്. അപ്പോൾ അനുഷ്കയും ജയസൂര്യയും തമ്മിലുള്ള കോംബോ എന്താവും എന്നൊക്കെ അറിയാൻ കാത്തിരിക്കൂ.